ഇന്നത്തെ വീഡിയോ നല്ലൊരു ചിക്കൻ ബിരിയാണി വീട്ടിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയ കുടുംബത്തിന് കഴിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനായി സവാള നൈസായിട്ട് അരിഞ്ഞ് എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കണം. വളരെ കനം കുറഞ്ഞ് വേണം സവാള അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അത് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി പൊടികളാണ് കേട്ടോ ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ബിരിയാണി മസാലയും ഗരം മസാല, അല്പം കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. പൊടികളൊന്നും കരിയാതെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ മതി കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ചിക്കൻ ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളാണ് കേട്ടോ, വീട്ടിൽ ഉപയോഗിക്കാനുള്ളതല്ലേ. ഒന്ന് വഴറ്റിയെടുത്ത് ഇനി അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ അത്യാവശ്യം ഇലകളെല്ലാം ചേർക്കാറുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിലേക്ക് മസാലയും എല്ലാം ചേർന്ന് പിടിക്കട്ടെ. നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി തൈര് ചേർത്തും വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഇതാ മസാല, ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുക്കറിൽ ആവശ്യത്തിന് നെയ്യൊഴിച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പും ബേ ലീഫും കൂടി ചേർത്ത് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്ത് അരി എടുത്തതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് തിളയ്ക്കട്ടെ. ഞാനിവിടെ ജീരകശാല അരിയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. റൈസ് വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം നാരങ്ങ നീരും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വിസിൽ വന്ന് തണിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇതാ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ലെയറായിട്ട് വേണമെങ്കിൽ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. മുകളിൽ സവാള വറുത്ത് വെച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ടതും കൂടി ഇട്ടാൽ ഇതാ രുചികരമായ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരാം.